എന്നെ വിളിക്കുന്ന മലയാളികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്, ദുബായിൽ പ്രോപ്പർട്ടീസിനൊക്കെ ഭയങ്കര പ്രൈസ് ആണല്ലോ, ഭയങ്കര റേറ്റ് ആണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ വെറും 2-3 കോടി രൂപ ഉണ്ടെങ്കിൽ ദുബായിൽ നമുക്കൊരു പ്രോപ്പർട്ടി സിമ്പിളായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇവരെല്ലാവരും പറയും, പ്രൈസൊക്കെ ഭയങ്കര ടോപ്പിലേക്കാണ് പോകണം, ഭയങ്കര പീക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യമുള്ളൂ. ഞാൻ എറണാകുളംകാരനാണ്. എറണാകുളത്ത് നമുക്കൊരു പനമ്പള്ളി നഗറിലോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലോ നമ്മുടെ കായൽ സൈഡിൽ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ 3, 4, 5 കോടി കൊടുത്തിട്ട് വാങ്ങിക്കണം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വെറും 3 കോടി കൊണ്ടോ 2 കോടി കൊണ്ടോ ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാം. ഇതിനകത്ത് ഏതാ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറുപടി ഉണ്ടാവില്ല. ദുബായ് ആണോ കൊച്ചിയാണോ നല്ലതെന്ന് വെച്ചാൽ, കൊച്ചിയാണെന്ന് പറയണവരുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ ദുബായ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു ഗ്ലോബൽ മാർക്കറ്റാണ്. 193 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് താമസിക്കുന്ന, ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റാണ് ദുബായ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായ് ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റുക, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് 7 മുതൽ 10%. എന്നാൽ ഇതേ പ്രൈസ് അല്ലെങ്കിൽ ഇതിനും പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ നാട്ടിലൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് 3-4% താഴെയാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഗവൺമെൻറ്റിൻ്റെ വിഷൻ ഫോക്കസ് ചെയ്തേനെ, ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിന്നേനെ നമ്മൾ പൈസ ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങൾ സിംഗപ്പൂർ എടുത്ത് നോക്കി, സിംഗപ്പൂർ കഴിഞ്ഞ ഒരു 30 വർഷം കൊണ്ട് വളർന്നേക്കുന്ന ഒരു വളർച്ച. അതുപോലെയാണ് കുറേ കൂടി ദുബായ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ദുബായ് ഇപ്പോൾ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. ഈ സമയത്ത് നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി എടുക്കാൻ സാധിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടും. കാരണം ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ അവർ പൈസ ഉണ്ടാക്കും. കൊച്ചിയിലെ റേറ്റ് ഉള്ളൂ ഇപ്പോൾ ഇന്ന് ദുബായിൽ, പക്ഷേ നാളെ കൊച്ചിയിനേക്കാൾ റേറ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അന്ന് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ദുബായിൽ ബൈ ചെയ്യണം ചിന്തിക്കാൻ പോലും പറ്റാതെ വരും. ഒരു സ്ഥലത്തെ പ്രോപ്പർട്ടി പ്രൈസ് എപ്പോഴാണ് ഡ്രോപ്പ് ആവണം? ഒരുപാട് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സും കുറച്ച് ആൾക്കാരാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ പ്രോപ്പർട്ടി പ്രൈസ് ഡ്രോപ്പ് ആവും. പക്ഷേ ദുബായിൽ ഇപ്പോഴത്തെ പോപ്പുലേഷൻ 4 മില്യനാണ്. ഇനി എമിഗ്രേഷൻ്റെ കണക്കുകൾ പ്രകാരം 2030 അത് 6 to 7 മില്യൺ ആവുമെന്ന് പറയണം. അപ്പോൾ ഇത്രയും ആളുകൾ ദുബായിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റും സിറ്റി പ്ലാനിംഗ് ആണ് ഗവൺമെൻറ് ചെയ്യണം. സോ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു വിഷൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ നേരത്തെ പോലെ അതെന്തൊരു അസറ്റ് ആയിരിക്കും, അത് നമുക്ക് എന്തൊരു പുണ്ടുകളായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ന് കൊച്ചിനേക്കാളും റേറ്റ് കുറവിലാണ്, അല്ലെങ്കിൽ കൊച്ചിയിൽ അതേ റേറ്റാണ് ദുബായിൽ എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നേരത്ത് പ്രൈസ് കൂടുതലാണോ എന്ന് ചോദിക്കുന്നവരടുത്ത് പ്രൈസ് കൂടുതലാണ്, പക്ഷേ കൊച്ചിനേക്കാൾ പ്രൈസ് കുറവാണ്, അല്ലെങ്കിൽ കൊച്ചിയിൽ അതേ പ്രൈസ് ഉള്ളൂ ദുബായിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്നും അതൊരു അസറ്റായിരിക്കും.